അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, യാസിറാണ് പൂക്കോട്ടുപാടം. ഈ കാണുന്നത് എന്താണെന്നറിയാം എനിക്ക്? എൻ്റെ മഹല്ല് മാമ്പറ്റ മഹല്ലിൽ SYSൻ്റെയും അവിടുത്തെ യുവജന കൂട്ടായ്മ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ അവരുടേതായ ഒരു വിഹിതം ഇട്ടുകൊണ്ട് വലിയൊരു സമൂഹ നോമ്പ് തുറവി നടത്തി. ഞാൻ നോമ്പ് തുറവിനെ കുറിച്ച് പറയാനല്ല കേട്ടോ. നോമ്പ് തുറവി ധാരാളമായിട്ട് നടക്കലുണ്ടാവും. പക്ഷേ മുസ്ലിം സമുദായത്തിലെ മുഴുവൻ മഹല്ലുകളും ഒരു കാര്യം ഉൾക്കൊള്ളണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കണം. അതിന് നിങ്ങളെല്ലാവരും തയ്യാറാകണം. അതിൻ്റെ ഒരു റോൾ മോഡലാണ് ശരിക്കും എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. അവിടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ആ പരിപാടിയിലുണ്ടായിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടിൻ്റെ ആളുകളും ഉണ്ടായിരുന്നു. അവിടെ സൊഫ്വാൻ അസരി എന്ന് പറയുന്ന ഒരു ഉസ്താദ്, അതായത് കൂറ്റമ്പാറയിലുള്ള ഞങ്ങളുടെ മുൻ കാളിയുമായ അദ്ദേഹം വന്നിട്ടൊരു ക്ലാസ് എടുത്തു. സാധാരണ ഉസ്താദ്മാരെന്ത് ക്ലാസ് എടുക്കുക? ദീനീപരമായ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്ന അത്തരം ക്ലാസ് എടുക്കുക. നേരെ മറിച്ച് അദ്ദേഹം ഈ സൊഫ്വാൻ അസരി എന്ന് പറയുന്ന സാന്ത്വനവുമായി ബന്ധപ്പെട്ടൊക്കെ വളരെയധികം ഉന്നത പദവിയിലിരിക്കുന്നു. അങ്ങനെയുള്ള ആ വ്യക്തിയുടെ ക്ലാസ് എന്താണെന്ന് അറിയാം? നമ്മളെ ജീവിതത്തിൽ നമ്മളെ കണ്ണുമുമ്പിൽ കാണുന്ന അപകടത്തിൽപ്പെടുന്ന പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്നുള്ളത്. അത് സ്ട്രോക്കിനെ കുറിച്ച് പറഞ്ഞു. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ശ്വാസം നിലക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യണം? തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയാൽ എന്താ ചെയ്യുക? ആക്സിഡൻറ്റ് കണ്ടാൽ അയാളെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്? ഇങ്ങനെ തുടങ്ങിയിട്ട് ഉള്ളൊരു ക്ലാസ്. അതായത് 20 മിനിറ്റോളൊക്കെ ഒരു കഷ്ടി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടാവുള്ളൂ. അതിനെ സമയം കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അതിൽ അദ്ദേഹം പറഞ്ഞതുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ ഒരു തരി വാക്ക് പോലും ആർക്കും അത് നഷ്ടമാകാത്ത രീതിയിൽ ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ളൊരു ക്ലാസ്. ഞാൻ മനസ്സിലാക്കുന്നത് ശരിക്കും ഇത് മഹല്ലടിസ്ഥാനത്തിൽ, ഇത് ഏതെങ്കിലും ഒരു നോമ്പ് തുറവിക്കോ മറ്റോ അല്ല, മഹല്ലടിസ്ഥാനത്തിൽ മുഴുവൻ അവിടുത്തെ കംപ്ലീറ്റ് ജനങ്ങളെ വിളിച്ചു വരുത്തിയിട്ട്, അതായത് ജീവനുള്ള സകല മനുഷ്യന്മാരെയും വിളിച്ചു വരുത്തിയിട്ട്, അതിൽ ജാതി മതമോ മറ്റതൊന്നും നോക്കണ്ട, മനുഷ്യന്മാരെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് മഹല്ല് റോൾ മോഡലാകണം. ഇത്തരം സംഗതികളെ കൃത്യമായ അവയർനെസ് കൊടുക്കണം. അങ്ങനെ ഒരു ജീവൻ രക്ഷിക്കാൻ സാധ്യമായാൽ അത് വല്ലാത്ത ഒരു കിട്ടലായിരിക്കും, അത് വല്ലാത്തൊരു പ്രവൃത്തിയായിരിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. അങ്ങനെയുള്ളൊരു പ്രവർത്തനങ്ങൾക്ക് മഹല്ലുകൾ ചുക്കാൻ പിടിക്കണമെന്ന് പല മഹല്ലുകളും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ കമൻറ്റിൽ വന്നിട്ട് ഞങ്ങൾ ഇതൊന്നോ തുടങ്ങിയതാണ് ചങ്ങായി എന്നൊക്കെ പറഞ്ഞ് ഒക്കെ കമൻ്റ് ഇടാനൊക്കെ ആൾക്കാരുണ്ടാവും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇത് വല്ലാത്ത ഒരു ബോധ്യപ്പെടുത്തലാണ്. പറ്റുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൻ്റെ ശൈലി തന്നെ ഒരു രസകരമായ ശൈലിയാണ്. നമുക്കൊക്കെ കേട്ടിരിക്കുന്ന ഒരു ശൈലിയിലാണ് അദ്ദേഹം സംസാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആ വിഷയത്തെ നിങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നതോടുകൂടി എല്ലാവരും ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അതിലാ കിട്ടിയ നല്ല ഒരു സന്ദേശത്തെ നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് അത് വെച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയും എന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യത്തോടുകൂടി അത് വലിയൊരു കിട്ടലായി എന്നുള്ള ആ ഒരു സന്ദേശത്തെ നിങ്ങൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് പല നോമ്പ് തുറവി പരിപാടിക്കും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഈ 30 ദിവസത്തെ നോമ്പിലും ഒരു 10-20 ദിവസം എനിക്ക് നോമ്പ് തുറവി തന്നെയായിരുന്നു. അതിലൊന്നും കിട്ടാത്ത ഒരു പ്രത്യേകമായ ഒരു വിജ്ഞാനത്തെ, ഒരു അറിവിനെ ശരിക്ക് ഈ ഒരു എൻ്റെ മഹല്ലിലെ ആ കൂട്ടായ്മ നടത്തിയ ഇഫ്താറിൽ എനിക്ക് കിട്ടി എന്നുള്ള ആ ഒരു സന്ദേശത്തെ നിങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നതോടൊപ്പം ഇത്തരം സന്ദേശങ്ങളെ കൃത്യമായി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും കൂടി നമ്മൾ തയ്യാറാകുന്നിടത്താണ് നമ്മുടെ ദൗത്യം പൂർണ്ണമാവുകയുള്ളൂ. അതിൽ വലിയ 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 പ്രതിഫലമുണ്ട് എന്നുള്ള ആ ഒരു കാര്യത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.